വി സി ബാർ കേൾസ് ബൈസെപ്സിന്, പിന്നെ പുൾ ഡൗൺ കേബിൾ ട്രൈസിന്, പിന്നെ ബാക്കിന് വേണ്ടിയിട്ട് കേബിൾ റോസ്. 3 എക്സസൈസ് 3 സെറ്റ്. ഒരു ബൈസെപ്സ് എനിക്ക് തോന്നുന്നു 10 റെപ്പ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ഹെവി ആയിട്ട്. പിന്നെ റോസും ട്രൈസെപ്പ് പുൾ ഡൗൺസും ചെയ്തത് 8. പക്ഷെ സാധാരണ ഒരു 12 ആയിരുന്നു എൻ്റെ പ്രോഗ്രാമിൽ. പക്ഷെ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് വെയിറ്റ് ഇട്ടു. ഇന്ന് സെയിം മീൽ തന്നെ. രാവിലെ കോഫി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ 1 കപ്പ് പാല്, പ്രോട്ടീൻ പൗഡർ, ആപ്പിൾ, വേറെ എന്താ അതിനകത്ത് ഇട്ടതെന്ന് ഞാൻ മറന്നുപോയി. കിവി ആൻഡ് ഫ്ലാക്സ്. ഒരു ആപ്പിൾ പോയിട്ടുണ്ട്. ഞാൻ ഐ ഡോണ്ട് മൈൻഡ്. നമുക്ക് റിക്കവറിക്ക് കാർബ് അത്യാവശ്യം നല്ലതാണ്. ഫ്രക്ടോസ് ഗ്ലൂക്കോസ് മിക്സ്. പിന്നെ ഞാൻ നെറ്റിൽ നോക്കി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫൈബറുള്ള, എൻ്റെ ഫൈബറിൻ്റെ കുറവാണ്. സോ നമ്മൾ എന്താ ബ്രോ വേറെ ഫൈബറുള്ള ഫ്രൂട്ട് ഉള്ള ഏതാന്ന് നോക്കുമ്പോൾ എല്ലാം ChatGPT-യിലൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് ആപ്പിള്. പിന്നെ ഞാൻ കുറച്ച് ഒക്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം 100 ഗ്രാമിൽ എനിക്ക് തോന്നുന്നു 4 ഗ്രാം ഫൈബർ അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതിന് കാലറിയും വളരെ കുറവ്, 38 കാലറി എങ്ങാണ്ടേ ഉള്ളൂ 100 ഗ്രാം ഒക്ര. പിന്നെ ഇതിൽ 1 കപ്പ് പാല് പോകും. സോ ഞാൻ ഇതിൽ ഷൈ ഓഫ് എ കപ്പ് പാലിട്ടിട്ട് ബാക്കി വെള്ളം ഒഴിക്കും. വേറെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്. ഇത് ടീസ്പൂൺ പോലും അല്ല കേട്ടോ, ഇത് അതിലും കുറവാണ്. ഇത് 1 ടേബിൾ സ്പൂണിൽ 4 ഗ്രാം ഫൈബർ ഉണ്ട്. സോറി 5 ഗ്രാം ഫൈബർ ഉണ്ട്. നമുക്ക് ഡെയിലി ഇൻടേക്ക് എനിക്ക് തോന്നുന്നു പെർ 1000 കാലറി 30 ഗ്രാം ആണോ അതോ 14 ഗ്രാം ആണോ എന്ന് അറിയില്ല. സോ ഒരു ദിവസം ഒരു 30 ഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബെറ്റർ ദാൻ നത്തിങ്. സോ അത്രയും തന്നെ ഫ്ലാക്സ് സീഡ് ആദ്യം പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ലിക്വിഡ് ഇട്ടു. അന്നേരം ഇത് ക്ലംപിയായി, അതുകൊണ്ട് ഫുൾ കലങ്ങിയില്ല. സോ ഇന്ന് 1 സ്കൂപ്പ് അവസാനമുണ്ട്. ഞാൻ ഇത്രയും നേരം ഗ്രൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ചിയ സീഡ് വളരെ ചെറുതാണ്. അത് ഷെല്ലിൻ്റെ കൂടെ ഇരിക്കുന്നത്. കുറച്ച് നേരം കൂടുതൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് പൊട്ടിയിട്ട് അത് പൊടി. സോ നമ്മുടെ വയറിന് പകുതി പണിയെടുത്താൽ മതി. ഇതിന് ടേസ്റ്റ് ഒന്നും ഒരു ഗുണമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ നമുക്കൊരു മീല് കുക്ക് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു ഈസി 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, പാലിൻ്റെ പ്ലസ് വേ പൗഡറിൻ്റെ. പിന്നെ അത്യാവശ്യം കാർബ് കയറുന്നുണ്ട്. സോ ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ടായത്, ഈ സാധനം. ഇന്നലെ ഞാൻ ഇത് ബാക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ കുടിച്ചില്ല. പക്ഷെ ഇന്നലെ കുറച്ചു നേരം അത് ഇരുന്ന് സെഡിമെന്റ് ആവാനും കൂടെ ഞാൻ സമ്മതിച്ച്. പക്ഷെ ഇത്തവണ ബിക്കോസ് റൈറ്റ് ഔട്ട് ഓഫ് ബ്ലെൻഡർ ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഇതാ. ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും ഗാരി ഒരു മീല് സ്കിപ്പ് ചെയ്തു. ഈസി മീൽ, 5 minute മീൽ. ഈ വീഡിയോയുടെ പേര് ഞാൻ 5 minute പോസ്റ്റ് വർക്ക്ഔട്ട് മീൽസും പറഞ്ഞിട്ട് കൊടുക്കാൻ പോവാം. ഇത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. സോ വൺസ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സോപ്പ് ഇട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആവും. സിങ്ക്, മഗ്നീഷ്യം, ബി കോംപ്ലക്സ്, പിന്നെ omega-3 1 ടാബ്ലറ്റ്. ഞാൻ ഇതുപോലെ സപ്ലിമെന്റ്സ് എടുക്കുന്ന സമയത്ത് റിക്കവറി ഇഷ്യൂ ഇല്ല. നേരത്തെ ചെയ്തിട്ടുള്ള ജേർണലിങ് എന്നെ രണ്ടാമത്തെ റിപ്പീറ്റ് ഈ സൈക്കിൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. സോ ഇൻ എ വേ അതൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കോയായി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഞാനിപ്പോൾ ഈ ആഴ്ച കൊണ്ടോ അടുത്ത ആഴ്ച കൊണ്ടോ പിന്നെയും ഈ വാഗണിൽ നിന്ന് ഫോളോ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും വന്നിട്ട് നോക്കാം. ഓക്കെ, ഞാൻ 2 തവണ ചെയ്തു. 2 തവണ ചെയ്തപ്പോഴും ഇതായിരുന്നു എൻ്റെ ലൈഫ് ക്വാളിറ്റി കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന്
ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസം നമുക്ക് കമ്പയർ ചെയ്യാം. എന്നുവെച്ചാൽ ഫോർ മൈ ഓൺ പേഴ്സണൽ റെക്കോർഡ് ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ അവിടെ ഉണ്ടാകും. കുറച്ചും കൂടെ പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡേ 2